നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. CSIR കീഴിലുള്ള ബാംഗ്ലൂരിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നീ പോസ്റ്റുകളിലേക്ക് സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 മെയ് 20 വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിലേക്കുള്ള അപേക്ഷ 2025 ഏപ്രിൽ 16 മുതൽ മെയ് 20 വരെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുക. 2 പോസ്റ്റാണുള്ളത്. ഒന്ന് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, രണ്ടാമത്തെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നുള്ളതാണ്. ഇപ്പൊ ഈ പോസ്റ്റ് ഉള്ളത് CSIR എന്നുള്ളത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ള മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള സ്ഥാപനമാണ്. CSIR വിവിധ ലബോറട്ടറികളിൽ വളരെ പ്രശസ്തമായ ഒരു ലബോറട്ടറിയാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി, NAL എന്നറിയപ്പെടുന്നത്. ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നല്ല, നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ പോസ്റ്റിലേക്ക് 9 പോസ്റ്റുകളാണുള്ളത്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് S&P 5 പോസ്റ്റുകൾ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ 7 പോസ്റ്റുണ്ട്. അങ്ങനെ ഇത്രയും പോസ്റ്റുകളാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 19,900 മുതൽ 63,200 എന്ന സ്കെയിലാണ്. തുടക്ക ശമ്പളം തന്നെ 40,000 രൂപ അടുത്ത് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കാം. ക്വാളിഫിക്കേഷൻസ് 12ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം കമ്പ്യൂട്ടറിൽ നല്ല പ്രൊഫഷൻസിയും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. അതുപോലെ MS വേർഡ്, Excel, പവർ പോയിന്റ് ഒക്കെ ഉപയോഗിക്കാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർമാരുടെയാണ്. 5 പോസ്റ്റുകളാണുള്ളത്. ഇതിലേക്ക് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 27 വയസ്സാണ്. മിനിമം 18 ഉണ്ടായിരിക്കണം. ശമ്പള സ്കെയിൽ പറയുന്നത് 25,500 മുതൽ 81,100 എന്ന സ്കെയിലിൽ തുടക്ക ശമ്പളം തന്നെ 50,000 രൂപയോളം ലഭിക്കും. 12ാം ക്ലാസ് പാസ്സായിരിക്കും. സ്റ്റെനോഗ്രാഫിയുള്ള പ്രൊഫഷൻസിയുമാണ് ഇതിനു വേണ്ടി യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏജ് റിലാക്സേഷൻ ലഭിക്കും. SC/ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ട് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് 2 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരെ, വനിതാ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും നിർബന്ധമായും 500 രൂപ ഫീസായിട്ട് സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ ആയിരിക്കും. സ്ക്രീൻ ചെയ്തതിന് ശേഷമായിരിക്കും പ്രൊഫഷൻസി ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ് ഒക്കെ. അത് ആൾക്കാരുടെ എണ്ണം അനുസരിച്ച്, കാൻഡിഡേറ്റ്സ് എണ്ണം അനുസരിച്ചായിരിക്കും ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അപേക്ഷിക്കാൻ നൽകുന്നതോടെ ഞാൻ പറയാം, ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. CSIR NAL വെബ്സൈറ്റ് ആയ https:/www.nal.res.in എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതുപോലെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ വെള്ള പേപ്പറിൽ കറുത്ത മഷികൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം ഒരു സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഫീസ് അടയ്ക്കേണ്ടവരാണെങ്കിൽ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.